നിങ്ങൾക്കറിയാമോ, നമ്മൾ ദിവസേന കൈകാര്യം ചെയ്യുന്ന കറൻസി നോട്ടുകൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്? ഓരോ നോട്ടും നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകുമെന്ന്? കറൻസി നോട്ടുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ ഈ നോട്ടുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ നിർമ്മിക്കപ്പെടുന്നതെന്നും അധികം ആളുകൾക്കറിയാൻ വഴിയില്ല. പലരും കരുതുന്നത് ഇവ സാധാരണ പേപ്പറിൽ അച്ചടിച്ചവയാണ് എന്നാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് നമ്മുടെ കറൻസി നോട്ടുകൾ 100% പരുത്തി നാരുകൾ, അതായത് കോട്ടൺ ഫൈബർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. ഈ പരുത്തി അധിഷ്ഠിത വസ്തുക്കൾ നോട്ടുകൾക്ക് ശക്തിയും ഈടുനിൽപ്പും നൽകുന്നു. ഇത് ദൈനംദിന ഉപയോഗത്തിൻ്റെ തേയ്മാനം സഹിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പരുത്തി നോട്ടുകൾ സാധാരണ മരമധിഷ്ഠിത പേപ്പറിനേക്കാൾ കട്ടിയുള്ളവയാണ്. എളുപ്പത്തിൽ കീറിപ്പോകില്ല. നനഞ്ഞാലും കേടുപാടുകൾ വരാതെ ദീർഘകാലം നിലനിൽക്കും. ഇതിനെല്ലാം പുറമെ പരുത്തിയുടെ ഘടന കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ സഹായിക്കുന്ന നിരവധി സുരക്ഷാ സവിശേഷതകൾ ഉൾക്കൊള്ളിക്കാൻ കഴിവുള്ളവയാണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകളുടെ നിർമ്മാണം ശാസ്ത്രത്തിൻ്റെയും കലയുടെയും ഒരു സമന്വയമാണ്. ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് താനും. പരുത്തി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അതിൻ്റെ ദീർഘകാല ഈടുനിൽപ്പ് തന്നെയാണ്. സാധാരണ പേപ്പർ നോട്ടുകൾ എളുപ്പത്തിൽ കേടാവുകയോ കീറിപ്പോകുകയോ ചെയ്യും. എന്നാൽ പരുത്തി നോട്ടുകൾ ദിവസേനയുള്ള കൈകാര്യം ചെയ്യലിനെ ചെറുക്കാൻ കഴിവുള്ളവയാണ്. മടക്കി വയ്ക്കലോ നനവോ തേയ്മാനമോ സംഭവിച്ചാലും ഈ നോട്ടുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാകാറില്ല. ഇതിൻ്റെ ഘടന അതിനെ അത്യാധുനിക സുരക്ഷാ സവിശേഷതകൾ ഉൾക്കൊള്ളിക്കാൻ അനുയോജ്യമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്യൂരിറ്റി ത്രെഡ് വെള്ളി നിറത്തിലുള്ള ഒരു നേർത്ത വരയാണ്. ഇത് വെളിച്ചത്തിന് നേരെ പിടിക്കുമ്പോൾ RBI എന്നോ നോട്ടിൻ്റെ മൂല്യമോ കാണിക്കുന്നു. ഈ ത്രെഡിൽ ചിലപ്പോൾ മൈക്രോ ടെക്സ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ വളരെ പ്രയാസമുള്ളതാണ്. ഇതിനു പുറമെ വാട്ടർമാർക്കുകളും ഇലക്ട്രോ ടൈപ്പ് വാട്ടർമാർക്കുകളും നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ നോട്ടിൻ്റെ മൂല്യമോ വെളിച്ചത്തിന് നേരെ പിടിക്കുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. ലേറ്റന്റ് ഇമേജുകൾ, അതായത് ചില പ്രത്യേക കോണുകളിൽ മാത്രം ദൃശ്യമാകുന്ന ഒളിഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ, നോട്ടിൻ്റെ ആധികാരികത പരിശോധിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സവിശേഷതയാണ്. നോട്ടുകളിൽ ഉപയോഗിക്കുന്ന മൈക്രോ ലേറ്ററിംഗ് എന്ന സാങ്കേതികത വളരെ ചെറിയ അക്ഷരങ്ങളിൽ RBI എന്നോ നോട്ടിൻ്റെ മൂല്യമോ അച്ചടിക്കുന്നതാണ്. ഇവ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ വായിക്കാൻ സാധിക്കൂ. സീ ത്രൂ രജിസ്റ്റർ എന്നത് നോട്ടിൻ്റെ ഇരുവശങ്ങളിലും ഭാഗികമായി അച്ചടിച്ച ഒരു ഡിസൈനാണ്. ഇത് വെളിച്ചത്തിന് നേരെ പിടിക്കുമ്പോൾ ഒരു പൂർണ്ണ ചിത്രമായി രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, 500 രൂപയുടെ നോട്ടിൽ ഈ ഡിസൈൻ വെളിച്ചത്തിന് നേരെ പിടിക്കുമ്പോൾ 500 എന്ന അക്കം വ്യക്തമായി കാണാൻ സാധിക്കും. കളർ ഷിഫ്റ്റിംഗ് മഷി, പ്രത്യേകിച്ച് 500, 2000 നോട്ടുകളിൽ നോട്ടിൻ്റെ കോണം മാറ്റുമ്പോൾ പച്ചയിൽ നിന്ന് നീലയിലേക്കോ മറ്റു നിറങ്ങളിലേക്കോ മാറുന്നു. ഈ സവിശേഷതകൾ കള്ളനോട്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിന് സഹായകരമാവുകയും സാധാരണക്കാർക്ക് നോട്ടിൻ്റെ ആധികാരികത എളുപ്പത്തിൽ പരിശോധിക്കാൻ സാധിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. നോട്ടുകളുടെ ആധികാരികതയെ ഉറപ്പാക്കുന്നതിന് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പും RBIയുടെ മുദ്രയും നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഫ്ലൂറസെൻ്റ് മഷി ഉപയോഗിച്ച് അച്ചടിച്ച ചില ഭാഗങ്ങൾ അൾട്രാ വയലറ്റ് വെളിച്ചത്തിൽ മാത്രം ദൃശ്യമാകുന്നവയാണ്. ഉദാഹരണത്തിന്, 2000 രൂപയുടെ നോട്ടിൽ ഇത്തരം ഫ്ലൂറസെൻ്റ് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് UV വെളിച്ചത്തിൽ തിളങ്ങുന്നു. ഈ സുരക്ഷാ സവിശേഷതകൾ കള്ളനോട്ട് നിർമ്മാണം ഏറെ പ്രയാസകരമാക്കുന്നു. കാരണം ഇവ പകർത്താൻ വളരെ സങ്കീർണവും ചിലവേറിയതുമായ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് പ്രധാനമായും 4 കേന്ദ്രങ്ങളിലാണ്. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലും, കർണാടകയിലെ മൈസൂർ, പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിൽ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലുമാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കറൻസി നോട്ടുകൾക്ക് പരുത്തി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, അമേരിക്കൻ ഡോളർ 75% പരുത്തിയും 25% ലിനനും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. യൂറോ നോട്ടുകളും പരുത്തി അധിഷ്ഠിതമാണ്. പരുത്തി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന നേട്ടം അതിൻ്റെ ഘടന അച്ചടി പ്രക്രിയയിൽ വിവിധ സുരക്ഷാ ഘടകങ്ങൾ ഉൾപ്പെടുത്താൻ അനുവദിക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ നോട്ടുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പരുത്തി പ്രധാനമായും ഉയർന്ന ഗുണനിലവാരമുള്ളതാണ്. ഇത് പ്രത്യേകമായി കറൻസി നിർമ്മാണത്തിനായി തയ്യാറാക്കപ്പെടുന്നു. ഈ പരുത്തി പേപ്പർ നിർമ്മാണത്തിന് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ നിന്ന്. കറൻസി നോട്ടുകളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ RBIയും SPMCILും ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. നോട്ടുകളുടെ ഡിസൈനിലും ശ്രദ്ധേയമായ വൈവിധ്യങ്ങളുണ്ട്. ഓരോ നോട്ടിൻ്റെയും നിറം,
വലിപ്പം, ചിത്രങ്ങൾ എന്നിവ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് 500 രൂപയുടെ നോട്ടിൽ ചെങ്കോട്ടയും 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ ബഹിരാകാശ പേടകവും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ദൃശ്യപരമായി വൈകല്യമുള്ളവർക്ക് നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി ഓരോ നോട്ടിൻ്റെയും വലിപ്പവും ഉയർത്തിവെച്ച അടയാളങ്ങളും വ്യത്യസ്തമാണ്. ഇന്ത്യൻ കറൻസി നോട്ടുകളുടെ ഈ സവിശേഷതകളും നിർമ്മാണ രീതികളും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വിശ്വാസ്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം കള്ളനോട്ടുകൾക്കെതിരെ ശക്തമായ സംരക്ഷണവും നൽകുന്നു. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് എത്ര രൂപ ചെലവ് വരുമെന്ന് പലർക്കും ഒരു കൗതുകമുണ്ടാകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓരോ മൂല്യമുള്ള നോട്ടും അച്ചടിക്കാൻ വ്യത്യസ്തങ്ങളായ ചെലവുകളാണ് വരുന്നത്. ഈ ചെലവുകൾ നോട്ടിൻ്റെ വലിപ്പം, അതിലെ സുരക്ഷാ ഫീച്ചറുകൾ, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ചെറിയ നോട്ടുകളായ 10 രൂപയുടെയും 20 രൂപയുടെയും അച്ചടിക്ക് താരതമ്യേന കുറഞ്ഞ ചെലവാണുള്ളത്. ഒരു 10 രൂപ നോട്ട് അച്ചടിക്കാൻ ഏകദേശം 96 പൈസ മാത്രമാണ് ചെലവ് വരുന്നത്. അതുപോലെ ഒരു 20 രൂപ നോട്ട് അച്ചടിക്കാൻ 95 പൈസയും മതിയാകും. ഇവ സാധാരണക്കാർക്ക് ദിവസേന ഉപയോഗിക്കാനുള്ള നോട്ടുകളായതുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഉയർന്ന മൂല്യമുള്ള നോട്ടുകളിലേക്ക് വരുമ്പോൾ ചെലവ് കൂടുന്നു. ഒരു 50 രൂപ നോട്ട് അച്ചടിക്കാൻ ഏകദേശം 1 രൂപ 13 പൈസ ചെലവ് വരുമ്പോൾ ഒരു 100 രൂപ നോട്ടിന് 1 രൂപ 77 പൈസയാണ് ചെലവ്. 200 രൂപ നോട്ടിന് 2 രൂപ 37 പൈസയും 500 രൂപ നോട്ടിന് 2 രൂപ 29 പൈസയും 2000 രൂപ നോട്ട് നിരോധിച്ചെങ്കിലും അത് അച്ചടിച്ചിരുന്ന കാലത്ത് ഏകദേശം 3 രൂപ 53 പൈസയായിരുന്നു ഒരു നോട്ടിൻ്റെ നിർമ്മാണ ചെലവ്. പുതിയ സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതും നോട്ടുകളുടെ ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതും ഈ ചെലവുകൾക്ക് കാരണമാകുന്നു. ഈ ചെലവുകൾ ഒരു നോട്ട് അച്ചടിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില, അച്ചടി പ്രസിൻ്റെ പ്രവർത്തന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ തുടങ്ങിയ പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ കർണാടകയിലെ മൈസൂർ, പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിലെ പ്രസ്സുകൾ റിസർവ് ബാങ്കിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണ്. നോട്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും കള്ളനോട്ടുകൾ തടയാനും RBI നിരന്തരം ഗവേഷണങ്ങൾ നടത്തുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. നോട്ടുകളുടെ അച്ചടി ചെലവുകൾ കുറയ്ക്കാൻ പുതിയ സാമഗ്രികളും പ്രിന്റിംഗ് രീതികളും പരീക്ഷിക്കാറുണ്ട്. ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾക്ക് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് അവയുടെ ഉൽപ്പാദന ചെലവും സ്വാഭാവികമായും കൂടും.